കുഷ്ഠരോഗത്തിന് ശാശ്വത പരിഹാരം. പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9494848422. വാർത്തകൾ വിശദമായി. SNEC സമസ്തയുടെ ദേശീയ മുഖമാണെന്നും ആത്മീയതയിൽ അധിഷ്ഠിതമായ അതിന്റെ പ്രവർത്തനം പ്രതീക്ഷ നൽകുന്നതാണെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന രക്ഷിതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ ദൗത്യം പുതിയ കാലത്തുണ്ടെന്നും അത് മനസ്സിലാക്കി വേണം മുന്നോട്ടു പോകാനെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അഭിപ്രായപ്പെട്ടു. SNEC അക്കാദമിക് കൗൺസിൽ ചെയർമാനും സമസ്ത കേന്ദ്ര മുഷവറ അംഗവുമായ അബ്ദുൽ സലാം ബാഗവി വടക്കേക്കാട് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസത്തിൽ കേവലം അറിവല്ല, തിരിച്ചറിവാണ് പ്രധാനമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ആധുനിക സാങ്കേതികവിദ്യ ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ സമൂഹവും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവ് നേടുക, ആ അറിവ് നമ്മുടെ സമൂഹത്തിന് എങ്ങനെ ഗുണപരമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള നല്ല ചിന്ത കൂടി നമുക്കുണ്ടാകണം. ഞാൻ ഒറ്റ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കണം. അദ്ദേഹം ഇവിടെ പറഞ്ഞ അറിവ് തിരിച്ചറിവാക്കി മാറ്റണം എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. SNEC ഗേൾസ് ഇന്റർസോൺ ടാലന്റ് മീറ്റിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ വെല്ലുവിളികളും സാധ്യതകളും മനസ്സിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ നിലകൊള്ളണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് SNEC പ്രതീക്ഷയാണെന്നും സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നടത്തുന്നതിന് ആതിഥേയമരുളാൻ തന്റെ മണ്ഡലമായ ചേലക്കര ഒരുക്കമാണെന്നും മന്ത്രി പറഞ്ഞു. SV മുഹമ്മദ് അലി ക്ലാസ് എടുത്തു. പാണക്കാട് സയ്യിദ് സാബിക്കലി ശിഹാബ് തങ്ങൾ, ഇസ്മായിൽ കുഞ്ഞുഹാജി മാനാർ, AM പരീദ് എറണാകുളം, PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുള്ള മുജുദബ ഫൈസി ആനക്കര, ഡോക്ടർ ഷഫീഖ് റഹ്മാനി, KS ഹംസ, ബഷീർ ഫൈസി ദേശമംഗലം, മൻസൂർ, TS മമ്മിഹാജി, ഷഹീർ ദേശമംഗലം, PU ഹാരിസ്, TK അലി മാസ്റ്റർ, SNEC കൺവീനർ ഡോക്ടർ ബഷീർ പങ്ങാങ്ങര, ഡോക്ടർ അസ്ലം വാഫി തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഷീ സ്ട്രീം സ്ഥാപനങ്ങളിലെ 2 ദിവസങ്ങളിലായി നടക്കുന്ന വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ചു. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഖലം, കലാം, കിതാബ്, കിർത്താസ് എന്നീ പേരുകളിൽ സജ്ജമായ 4 വേദികളിലാണ് പരിപാടി നടക്കുന്നത്. സാനവീയ, ബാക്കലൂരിയ ജനറൽ വിഭാഗങ്ങളിൽ 30 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 1000ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ നൈപുണ്യം, ലൈഫ് സ്കിൽ, സോഫ്റ്റ് സ്കിൽ തുടങ്ങി വിദ്യാർത്ഥികളുടെ സർഗശേഷികളെ പരിപോഷിപ്പിക്കുന്നതും അതുവഴി പാരമ്പര്യ പ്രബോധന വഴിയിൽ സഹായകമാകുന്നതുമായ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ആൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞ 13, 14 തീയതികളിൽ ഇതേ വേദികളിൽ അരങ്ങേറിയിരുന്നു. തുടർന്നാണ് പെൺകുട്ടികളുടെ മത്സരങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന സമാപന സെഷൻ രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്യും. ഹനിയ ബീവി പാണക്കാട് ട്രോഫി വിതരണം നിർവഹിക്കും. സയ്യിദ് സൽഹ മിൻഹ മെഹദിയ അധ്യക്ഷയാവും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തുള്ളതായ എല്ലാ മതമുള്ളവരോടും മതമില്ലാത്തവരും, അത് ഏത് മതസ്ഥരാണെങ്കിലും മതമുള്ളവരോടും മതമില്ലാത്തവരോടൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായ ഒരു സ്വഭാവം, ഒരു ശൈലി, ഒരു സൗഹൃദം ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ടിട്ടാണ് ഏതെങ്കിലും മുസ്ലിങ്ങൾ അതിന് അപവാദമായിട്ടുണ്ടോ എന്നുള്ളതല്ല, ഏതെങ്കിലും മുസ്ലിം പേരുള്ള ആളുകളോ നമ്മുടെ തീവ്രവാദികളെ എല്ലാ മതക്കാരിലുണ്ട്, വർഗീയവാദികളെല്ലാം മതക്കാരിലുണ്ട്. മതം ഒരിക്കലും അതിനൊന്നും പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെല്ലാം മതത്തിൻ്റെ രക്ഷാക്കൾ. VCV ന്യൂസ്, ദേശമംഗലം.